ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 5K ഫാമിലി. സാരി സാർ ആണ്. മക്കളെ, നമ്മൾ ഇന്ന് ജിയോഗ്രഫിയാണ് നോക്കാൻ വേണ്ടി പോണത്. സോഷ്യൽ സയൻസിൽ നമ്മൾ ജിയോഗ്രഫിയാണ് എടുക്കുന്നത്. നിങ്ങൾ തംബ്ലൈൻ കണ്ടിട്ടുണ്ടാകും അല്ലെ? എന്താണ് ചാപ്റ്റർ? ഒന്നാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 1 ആണ്. അതിന്റെ ഫുൾ ഭാഗം എടുക്കുന്നുണ്ട് ഇല്ല? ഫുൾ ഭാഗം ഒന്നും എടുക്കുന്നില്ല. കുറച്ച് ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ചാപ്റ്ററിന്റെ പേരെന്താടാ? വെദർ ആൻഡ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. സർ, ഇത് രണ്ടും വെദർ ആൻഡ് ക്ലൈമറ്റ് രണ്ടും രണ്ടാണോ അതോ ഒന്നാണോ അല്ലെ? ഡൗട്ട് ഉണ്ട്. ഈ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നുണ്ട്. രണ്ടും ഒന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ ഒന്ന് നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? ഇതിനെ കുറിച്ച് തന്നെയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. കാലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നു, ദിനാന്തരീക്ഷ സ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ വെദറിനെ കുറിച്ച് പഠിക്കുന്നു, ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഇതാണ് ഈ ചാപ്റ്റർ. അപ്പോ നമുക്ക് ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുമ്പോ കഴിഞ്ഞ വർഷമാണ് സിലബസ് മാറിയത് അല്ലെ? ചാപ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. അത്യാവശ്യം നല്ല കോണ്ടന്റ് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്ര സിമ്പിൾ ചാപ്റ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കുറച്ച് കോൺസെപ്റ്റുകൾ നല്ലോണം വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് ഈ ചാപ്റ്റർ. നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഈ ചാപ്റ്ററിന്റെ ഇൻട്രോ ഭാഗം കംപ്ലീറ്റ് പറയും കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ അല്ല, കുറച്ച് ചാപ്റ്ററിനെ എടുക്കുന്നത്. പക്ഷെ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാക്കാൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഇന്ന് പറയും. ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ബേസിക് അറിയണം. സർ, എന്താണ് ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ബേസിക് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടി വരും. അപ്പൊ അതെന്ത് ഞാൻ പറഞ്ഞു തരും. പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ബൈഹാർട്ട് ഒരിക്കലും ചെയ്യരുത്. ഈ ചാപ്റ്റർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് നന്നായിട്ട് മറന്നുപോകും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ മാറാൻ തന്നെ ചാൻസ് ഉണ്ട് ഈ ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം, എന്നാൽ ഈ ചാപ്റ്റർ മനസ്സിലാവുന്നു. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ചിലപ്പോൾ ഇന്ന് ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നില്ല, എന്തായാലും 2 ക്വസ്റ്റ്യൻ എന്ന് പറയും. പിന്നെന്ത് പറയും? ട്രിക്ക്. ചില കാര്യങ്ങൾ പഠിക്കണമെന്ന് ട്രിക്ക് വേണ്ടി വരും, ട്രിക്സും പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെ മക്കൾ നോക്കിക്കോളൂ. വെദർ ആൻഡ് ക്ലൈമറ്റ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഫസ്റ്റ് സർ, എന്താണ് വെദർ? എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾ പിക്ചർ കാണുന്നുണ്ടാവും, കാണുന്നില്ലേ? ഇവിടെ സണ്ണ് നല്ല വെയിലല്ലേ ഒരു സമയമാണ് കാണുന്നത് അല്ലെ? ഈ പിക്ചർ ഒന്ന് നോക്കൂ. നന്നായിട്ട് വെയിൽ അടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ സണ്ണ് നന്നായിട്ട് നല്ല ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അറിയാം, സണ്ണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്, പ്രകാശം നിൽക്കാണ്. സൂര്യൻ നല്ല രീതിയിൽ പ്രകാശം നിൽക്കാണ്. അപ്പൊ നമുക്കറിയാം ആ നേരത്ത് എന്ത് കൂടുതലായിക്കാരം? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടുതലാണ് നിങ്ങൾ പറയും അല്ലേ? ചൂട് കൂടുതലായിക്കാരം. സിമ്പിൾ ആണ്. അപ്പൊ വെദർ എന്തെന്ന് പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താണ് വെദർ എന്ന് പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ മനസ്സിലായി, ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നേരത്ത് മഴ പെയ്യാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല സർ, റെയിനിങ്ങിനുള്ള ഒരു ചാൻസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പോ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറയും ഹ്യൂമിഡിറ്റി അല്ലെ, ജലാംശത്തിന്റെ അളവ് വളരെ കുറവാണെന്നൊക്കെ പറയാം അല്ലേ? കാറ്റ്, വിൻഡ് അത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ചിലപ്പോൾ തീരെ കാറ്റൊന്നും അടിക്കുന്നുണ്ടാവില്ല. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നമ്മള് ഇതെന്താണ്, ഇത് കൃത്യം 10:10 ആയപ്പോണ്ടായ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥയെന്ന് വിചാരിച്ചോളൂ. 10:10 AM രാവിലെ. അപ്പൊ നിങ്ങൾ ആ നേരത്തിലെ ഒരു അവസ്ഥ, അന്തരീക്ഷത്തിന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞു അല്ലെ? ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്, താപനില നല്ല കൂടുതലാണ്, മഴയ്ക്കൊരു സാധ്യതകളൊന്നും ഇല്ല, വിൻഡ് അത്രത്തോളം ഒന്നും ഇല്ല നിങ്ങൾ പറഞ്ഞു, സൺലൈറ്റ് നല്ലോണം ഉണ്ട് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു കുറഞ്ഞ സമയത്ത് അല്ലേ, 10:10 ആയപ്പോ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയെ കുറിച്ച്, അന്തരീക്ഷത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പിക്ചർ നോക്കുക. എന്താണ് വെദർ പറഞ്ഞുതരാണ്. അടുത്തൊരു പിക്ചർ നോക്കുക. ഇവിടെ നോക്കി നിങ്ങള്, നന്നായിട്ട് ഹ്യൂമിഡിറ്റി അല്ലേ, നന്നായിട്ട് ജലാംശം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിൽ. കാരണം നന്നായിട്ട് ഇങ്ങനെ തണുത്ത് നിൽക്കുകയാണ്, മഴക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇല്ലേ? തണുപ്പ് കുറച്ച് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും, മഴ പെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ നേരത്ത് നമുക്ക് പിന്നെ ടെമ്പറേച്ചർ നല്ല കൂടുതലാണെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ടെമ്പറേച്ചർ നല്ല കൂടുതലാണെന്ന് പറയും. ടെമ്പറേച്ചർ കുറച്ച് കുറവായി കാര്യം, ചിലപ്പോൾ നന്നായിട്ട് നല്ല കുറവൊന്നും പക്ഷേ ടെമ്പറേച്ചർ ഇതിനേക്കാൾ ടെമ്പറേച്ചർ കുറച്ച് കുറച്ച് കുറവേക്കാരം, താപനില കുറച്ച് കുറവേക്കാരം. ആ സർ, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? ഒരു സാധ്യത കാണുന്നുണ്ട്, മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ അപ്പത്തെ കണ്ടീഷനിങ് പറയാണ്.
ആ നേരത്തുള്ള ഇതൊരു 11:11 വിചാരിച്ചോളൂ. 11:11 സമയമായപ്പോത്തിന് നമ്മളതൊന്ന് മാറി, ടൈം ഒന്ന് മാറി. അപ്പൊ എന്ത് ചെയ്തു, കാലാവസ്ഥ പിന്നെ നമ്മളെ കണ്ടീഷൻസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ ഒന്ന് മാറി. ഓക്കെ ആണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ഇല്ലേ, മഴ പെയ്തു. അപ്പൊ ഞാൻ പറയും ജലാംശം കുറച്ച് കൂടുതലാണ് അല്ലെ. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രസിപ്പിറ്റേഷൻ നമ്മളെന്താണ്, മഴ പെയ്തു. അപ്പൊ എന്താണ്, ജലാംശത്തിന്റെ അളവ് കുറച്ച് കൂടുതലായി, കാരണം വെള്ളത്തിന്റെ അളവ് നല്ലോണം ഉണ്ടാകും ഇല്ലേ. ടെമ്പറേച്ചർ കുറവാണെന്ന് ഞാൻ പറയും, ടെമ്പറേച്ചർ കുറവാണെന്ന് പറയും അല്ലേ? പറയില്ലടാ, പറയും. നമ്മൾ ഈ നേരത്തോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ മഴ പെയ്യാൻ നിൽക്കുന്ന സമയത്ത് അല്ലെ, പ്രഷറെ കുറച്ച് കുറവാണ്, എന്നാലും എന്തുള്ളൂ, മഴക്കാറൊക്കെ ഒന്ന് തണുത്ത് മഴ പെയ്യുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? യെസ്, പറയും. സർ, ഈ ഓരോ നേരത്തും നിങ്ങൾ ഓരോ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് അല്ലെ. അപ്പോ ഈ ഒരു സമയത്ത് ഫസ്റ്റ് നോക്കുക, ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു വിൻഡ് കുറച്ച് കൂടുതലാ. വിൻഡ് ഒരു നോർമൽ വിൻഡ് ഒക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്, താപനില കുറച്ച് കൂടുതലാണ്, പിന്നെ മഴയ്ക്കുള്ള സാധ്യത കുറച്ച് കുറവാണ് ഇല്ലേ. ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞില്ലേ. ഇതാണെന്ത്, വെതർ. നമ്മൾ ഒരു സമയത്ത്, ഒരു കുറഞ്ഞ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ നമ്മൾ ഓരോന്നായി ഇങ്ങനെ പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് വെതർ. എന്താണ് വെതർ? അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി. അതായത് ഒരു ദിനത്തിലെ അന്തരീക്ഷത്തിന്റെ സ്ഥിതി, ഒരു കുറഞ്ഞ സമയത്തിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥ. ക്ലിയർ ആണല്ലോ സർ? മനസ്സിലായി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെതർ അല്ലെങ്കിൽ വെതർ എന്നൊക്കെ മനസ്സിലായി. അല്ലെങ്കിൽ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞു, ചൂടാണോ തണുപ്പാണോ എന്ന് പറഞ്ഞു. പിന്നെ സൺലൈറ്റ്, സൂര്യപ്രകാശത്തോണ്ട് നമ്മൾ പറയും. പിന്നെ വിൻഡ്, കാറ്റുണ്ടോ ഇല്ലെന്ന് പറയും. പിന്നെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈർപ്പം, ജലാംശത്തിന്റെ അളവ്. പിന്നെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മഴ, അല്ലെങ്കിൽ നമ്മൾ വെള്ളമായിട്ട് എന്താ ഭൂമിക്ക് വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മഴ, മഞ്ഞ് എന്നൊക്കെ പറയാം. ക്ലിയർ ആണല്ലോ? ഇതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വെതർ. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എടാ ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങി നോക്കി, ഈ സമയത്ത് എന്താണ് നമ്മൾ അന്തരീക്ഷത്തിന്റെ അവസ്ഥ? സമയം ഒരു 4 മണിയാണ് വിചാരിച്ചുള്ളൂ, 4 മണി PM. ഈ നേരത്തിന്റെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾ പറയും ടെമ്പറേച്ചർ കുറച്ച് കുറവാണ് സർ, സൺലൈറ്റ് കുറച്ച് കുറവാണ് സർ, കാറ്റ് കുറച്ച് കൂടി വീശുന്നുണ്ട്, ഈർപ്പം ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പ്രസിപ്പിറ്റേഷൻ മഴ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ പറയും. ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാണ് ഇതിന് വിളിക്കുന്ന പേര്. ഈ ഷോർട്ട് ടൈം പീരീഡിൽ നമ്മളെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ എന്താണോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ എന്താണോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയും. അപ്പൊ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമ്മളെ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ സിമ്പിൾ ആയിട്ട് അതിന്റെ എക്സാമിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, സർ ഞങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയർ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ എന്താണ് വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ ആണ്. സച്ച് ആസ് ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാം, പ്രഷറിനെ കുറിച്ച് പറയാം, വിൻഡിനെ കുറിച്ച് പറയാം, ഹ്യൂമിഡിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യും, പറയും. നമ്മളിവിടെ പ്രഷർ വരാൻ വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ പ്രഷർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ ഇതാ കേട്ടോ. പിന്നെന്ത് പറയും, ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ്, ഒരു കുറഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന ടേംസ് ഓഫ് വെതർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെതർ എന്നുള്ളത്. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ, ചെറിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകള്, ആർദ്രത എന്ന് പറയുന്ന ഹ്യൂമിഡിറ്റി, വെള്ളത്തിന്റെ അംശം, വർഷണം, മഴ ഉണ്ടോ ഇല്ലെന്നുള്ളത് തുടങ്ങിയ സാഹചര്യങ്ങളാണ് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ എന്ത് പറയാൻ വേണ്ടി വിട്ടുപോയി? പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. പ്രഷറിനെ കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയതാണ് പ്രഷർ. എന്താണ് പ്രഷറിനെ കുറിച്ച് നമ്മൾ എന്തിട്ടില്ല, ഇവിടെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. സോറി, ഇവിടെ പ്രഷറും കൂടി ഉണ്ട്. അല്ലെങ്കിൽ എന്ത് പറയും, മർദ്ദം എന്ന് പറയും. മർദ്ദം. സർ മർദ്ദം പറഞ്ഞാൽ എന്താ? ഞാൻ അതുകൂടി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. സർ എന്താണ് ഈ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരി. എടാ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭൂമിക്ക് എന്തുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വായു ഉണ്ടല്ലോ, ഒരു എയർ അറ്റ്മോസ്ഫിയർ ഉണ്ട് നമ്മളിതിൽ. അപ്പൊ ഈ വായു നമ്മൾ ഭൂമിയിൽ ചെലുത്തുന്ന ഭാരം, ഇതാണ് നമ്മളെ ഭൂമി വിചാരിച്ചു, ഇതാണ് നമ്മളെ ഭൂമി. ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഇവിടെയൊക്കെ വായു ഇല്ലേ, ഈ വായു എല്ലാം എങ്ങോട്ടാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഭൂമിയെ എന്ത് ചെയ്യും, പിടിച്ചു വെക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭൂമിയിലേക്ക് ഇത്രത്തോളം ഭാഗത്തൊക്കെ എയറില്ലേ, ഈ എയർ മൊത്തം നിങ്ങൾ ആലോചിച്ചൊക്കെ, എയർ മൊത്തം ഭൂമിയെ എങ്ങനെ എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് ഒരു പ്രഷറും ഒരു ഫോഴ്സും ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ഫോഴ്സ് ആണ് ഇരിക്കുന്നത് മർദ്ദം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളിപ്പോ ഒരു കുളത്തിൽ ചാടി വിചാരിച്ചോളൂ. ആ കുളത്തിൽ ചാടി ഇത്ര വെള്ളമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കണം വിചാരിച്ചോളൂ. ഇതാണ് നിങ്ങൾ
അപ്പോ ഇത്രയും വെള്ളം നദി നമ്മളെ മേലേക്ക് എന്ത് ചെയ്യും, ഒരു ഭാരം തരൂലേ, അതാണ് പ്രഷർ. അതേപോലെ ഇതാണ് നമ്മളെ ഭൂമി. ഈ ഭൂമി ഇവിടെയൊക്കെ എയർ ഉണ്ട്, ഇവിടുത്തെ മൊത്തം എയർ നമ്മൾ ഭൂമിയിലേക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കൂലേ, അതാണ് പ്രഷർ. അപ്പോ നമ്മൾ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത വെതർ കണ്ടീഷൻ, കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി മാറും എന്ന് പറയാൻ വേണ്ടി പറ്റും. സൺലൈറ്റ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ എന്ത് ചെയ്യും സൺലൈറ്റ് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും, നമ്മളെ മൊത്തം കാര്യങ്ങൾ മാറും. പ്രഷർ മാറും, ടെമ്പറേച്ചർ മാറും, കാറ്റൊക്കെ എല്ലാം മാറും. ഇത് വലിയ സംഭവമാണ്, സൺലൈറ്റ് വലിയൊരു സംഭവമാണ്. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും, ഓരോന്നും പഠിക്കും. അപ്പൊ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ നിങ്ങൾ അറിയില്ല എന്ന് പേടിച്ചിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു എല്ലാ കണ്ടീഷൻസിനും ഒരുമിച്ച് പറയുന്ന പേരാണെന്ത്, വെദർ. ഓക്കെ അല്ലേ സർ? സെറ്റ് ആണ്, അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. അപ്പൊ സാഹചര്യങ്ങളാണ് ദിനാന്തരീക്ഷ. ഇവിടെ പറയുന്ന ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, പ്രഷർ, കാറ്റുകൾ, വിൻഡ്, ആർദ്രത, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, വർഷണം തുടങ്ങിയവ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി പറയുന്നത്. ഈ മൊത്തം കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്, അപ്പൊ എന്താകുന്ന അവസ്ഥ, അറ്റ്മോസ്ഫിയറിന്റെ അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. അപ്പൊ സർ എന്താണ് ക്ലൈമറ്റ്? ക്ലൈമറ്റ് എന്താണ്? ക്ലൈമറ്റ് ഇത് കുറഞ്ഞ കാലയളവിലല്ലേ, ഒരു ഷോർട്ട് ടൈം പീരീഡിലല്ലേ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു ഷോർട്ട് ടൈം പീരീഡ് ആണെന്ന് പറയുന്നുണ്ട്, ഷോർട്ടർ പീരീഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്യും, ചെറിയ നേരത്തേക്കല്ലാണ് സമയം. ഇപ്പൊ ഓരോ ദിവസം ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചു ചോദിക്കാണ്, എടാ അവിടെ മഴ ഉണ്ടോ? അപ്പോൾ പറയും, എടാ അവിടെ മഴ പെയ്യാൻ ചെറിയ ചാൻസ് കാണുന്നുണ്ട്, പിന്നെ ചൂടൊക്കെ കുറഞ്ഞ് കാർമേഘം വന്ന് നിൽക്കുകയാണ്. അത് വെതറാണ് നമ്മൾ പറയുന്നത്, അല്ല നമ്മളെ കാലാവസ്ഥ അല്ല, ക്ലൈമറ്റ് അല്ല പറയുന്നത്. കുറഞ്ഞ സമയത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ സർ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലൈമറ്റ്, എന്താണ് കാലാവസ്ഥ? കാലാവസ്ഥ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇങ്ങോട്ട് പറയാണ് ചിറാപുഞ്ചി അല്ലെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുറച്ച് തണുപ്പിൽ ഊട്ടി. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറയും ഊട്ടിന്റെ കാലാവസ്ഥ ഒരു തണുപ്പ് കൂടിയതാണ്, അത് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയാം. ഊട്ടി എപ്പോഴും ഒരു നേരത്ത് പിന്നെ കുറഞ്ഞ നേരത്തെ തണുപ്പ്, പിന്നെ ഫുള്ള് ചൂട്, അങ്ങനെ എങ്ങനെയാണോ? അല്ല. ഊട്ടിയിൽ നമുക്ക് ഊട്ടി നമുക്കൊരു തണുപ്പ് ഏരിയ സ്ഥലമാണ്. മൂന്നാർ എപ്പോഴും ഒരു തണുപ്പുള്ള ഒരു സ്ഥലമാണ്. കൊടൈക്കനാൽ ഒരു തണുപ്പുള്ള സ്ഥലമാണ്. നമുക്ക് മനസ്സിലാവും. എന്നാ പറയാണ് രാജസ്ഥാൻ എന്നൊക്കെ പറയാണ്, രാജസ്ഥാൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും രാജസ്ഥാൻ എന്ന് പറഞ്ഞ സാറേ അത് കുറച്ച് ചൂട് കൂടിയ സ്ഥലങ്ങളാണ്. അപ്പൊ അത് കൊല്ലങ്ങളായിട്ട് അവിടെ ചൂടേറിയ പ്രദേശമാണ്. അപ്പൊ കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 34-35 കൊല്ലൊക്കെ അതിന്റെ അവസ്ഥ നോക്കുമ്പോൾ, ഒരു ശരാശരി നോക്കുമ്പോൾ കൂടുതൽ എന്താ അവിടെ ചൂടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ചൂടായ കാലാവസ്ഥ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഊട്ടി എടുക്കുകയാണെങ്കിൽ, ഊട്ടിക്ക് നമ്മൾ പോയാണ് വിചാരിച്ചോളി, ഈ ഊട്ടിന്റെ ഒരു കാലാവസ്ഥ നമ്മൾ 35 കൊല്ലൊക്കെ നോക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് അവിടെ തണുപ്പാണെന്ന് പറയും. ഊട്ടിന്റെ കാലാവസ്ഥ എന്താണ്, തണുപ്പാണെന്ന് പറയും. ആ സർ മനസ്സിലായി. ഇത് ചെറിയ ടേമില്ല, നമ്മൾ മൊത്തം നോക്കുമ്പോൾ അവിടെ എന്ത് അവസ്ഥയാണ് വരുന്നത്, അതാണ് എന്ത്, ക്ലൈമറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വായിച്ചു നോക്കട്ടെ, അപ്പൊ ഒന്നുകൂടി കിട്ടും, നോക്കിക്കോളൂ. അതായത് ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ്. നമ്മളെ വെതർ കണ്ടീഷൻ കുറഞ്ഞ സമയം കണ്ടല്ല, ഈ ഒരു വെതർ കണ്ടീഷൻ ചൂടും തണുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ലോങ്ങർ പീരീഡിലേക്ക് നോക്കുക. ഇത് ലാർജർ ഏരിയ, വലിയ സ്ഥലത്ത്. നമ്മളിപ്പോ വെതർ പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ അവിടെ എന്താണ് അവസ്ഥ, കാലാവസ്ഥ? മഞ്ചേരി, ഇപ്പൊ ഞാൻ മഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ മഞ്ചേരിത്തെ അവസ്ഥ എന്താണ്? ചെറിയ പ്രദേശമാണ്. കാലിക്കറ്റ് ആണ് കാലിക്കറ്റ്, എറണാകുളം എറണാകുളത്ത്, ചെറിയ പ്രദേശത്താണ് എന്ത്, നമ്മൾ വെതർ എന്ന് പറയുന്നത്. പക്ഷേ ക്ലൈമറ്റ് പറഞ്ഞാലോ ഒരു വലിയ ഏരിയ, ഒരു വലിയ സ്റ്റേറ്റ് ഒക്കെ ആലോചിച്ച് നോക്കോളൂ അല്ലെ. ഈ വലിയ ഏരിയയിൽ ഉണ്ടാകുന്ന എന്താണ് വെതറിന്റെ ലോങ് ടൈം, വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ലോങ്ങർ പീരീഡ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ലോങ്ങർ പീരീഡ് പറയുമ്പോൾ ഊട്ടി എടുക്കുക. ഊട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഊട്ടിയിൽ 34-35 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു 34-35 കൊല്ലം എടുത്തു പറയുന്നുണ്ട്. ദ ക്ലൈമറ്റ് ഓഫ് പ്ലേസ് ഡിറ്റർമൈൻ കൺസിഡറിംഗ് ദ വെതർ കണ്ടീഷൻ അബൌട്ട് 35 to 40 years. അതായത് ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതി സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ആ പ്രദേശത്തെ കാലാവസ്ഥ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ ഊട്ടി എടുത്തോളൂ, നിങ്ങൾ ഊട്ടി മാത്രം എടുത്തോളൂ. സോറി, ഞങ്ങൾ ഊട്ടി എടുത്തു. ഈ ഊട്ടി എടുക്കുമ്പോൾ ഊട്ടിയിൽ ഒരു 35 കൊല്ലം ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തണുപ്പാണെങ്കിൽ നമ്മൾ പറയും അവിടെ തണുത്ത പ്രദേശമാണ്. ഹ്യൂമിഡിറ്റി കുറച്ച് കൂടിയ, പിന്നെ ചൂട് കുറച്ച്, ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞ സ്ഥലമാണ്. അത് വലിയ ഒരു 35 കൊല്ലത്ത് നോക്കിയപ്പോൾ മനസ്സിലായതാണ്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അടുത്ത ക്ലൈമറ്റ് അതാണ്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഒരു വലിയ ലോങ് ടൈമിലാണ് നമ്മൾ നോക്കുക. ലോങ് ടൈമിൽ നോക്കിയിട്ട് അവിടെ മൊത്തം ഒരു ശരാശരി എടുക്കുകയാണ്. മൊത്തത്തിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, കൂടുതൽ എന്തെങ്കിലും തണുപ്പാണ്, അന്ന് തണുപ്പ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ്, ആ ലോങ് ടൈമിലേക്ക് നോക്കുന്നതാണ് എന്ത്, ക്ലൈമറ്റ്. ഷോർട്ട് ടൈമിലേക്ക് നോക്കുന്നതാണ് എന്ത്, വെതർ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണോ? മനസ്സിലാവുണ്ടല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ സർ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി നോക്കാണ്, എന്താ പറഞ്ഞത്, ദ ആവറേജ് വെതർ കണ്ടീഷൻ.
വെതർ കണ്ടീഷൻ നോക്കുകയാണ് എക്സ്പീരിയൻസ് ഫോർ ലോങ്ങർ ടൈം, കുറെ കാലത്ത് നോക്കുമ്പോൾ ഓവർ എ ലാർജർ ഏരിയ, വലിയൊരു ഏരിയയിൽ ടേംഡ് ആസ് ദ ക്ലൈമറ്റ്, അതിന് വിളിക്കുന്ന പേരാണ് ദ ക്ലൈമറ്റ്. ഒരു വിശാല ഭൂപ്രദേശം ദീർഘമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സാഹചര്യങ്ങളുടെ ശരാശരി കാലാവസ്ഥയെ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് എന്ത് പറയുന്നത്, കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഏകദേശം 35 മുതൽ 40 വർഷകാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. സെറ്റാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അപ്പോൾ ഒരു കാലാവസ്ഥ നോക്കുന്നത് ഒരു ലോങ് ടൈമാണ്, ഏകദേശം 35 40 വർഷത്തെ ഒരു ദിനാവസ്ഥ എന്താണോ, ദിനാന്തരീക്ഷ അവസ്ഥ എന്താണോ, ആ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥ പറയണത്. ക്ലിയർ അല്ലേ? സെറ്റാണ്. അപ്പൊ സർ ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ടൈമിൽ അനുഭവപ്പെടുന്നതാണ്, എന്നാൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടൈം അനുഭവപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ സർ? മനസ്സിലായി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് ക്ലൈമറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് കാലാവസ്ഥക്ക് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈല് പ്രാധാന്യം കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ്. നമ്മുടെ വസ്ത്രധാരണ ലൈഫ് സ്റ്റൈലിൽ പെട്ടു. നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ കൃഷി കാലാവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ബയോഡൈവേഴ്സിറ്റി, എന്തൊക്കെ പറയാം നോക്കിക്കോളൂ. ഒന്നാമത്താണ് കാലാവസ്ഥക്കനുസരിച്ച്, ഇവിടെ കംപ്ലീറ്റ് കാര്യം പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി, പ്ലാന്റ് ആൻഡ് ആനിമൽസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നുണ്ട് സസ്യജന്തുജാല വൈവിധ്യം. എടാ, നമ്മളെ തണുപ്പില്ല ഏരിയയിലെ ജീവജാലങ്ങളെ പോലെയാണോ നമ്മളെ ചൂടുള്ള സ്ഥലത്തുണ്ടാവുക? ഇപ്പൊ ചൂടുള്ള സ്ഥലത്തുണ്ടാകുന്ന മരുഭൂമിയിൽ ഉണ്ടാകുന്ന സസ്യങ്ങൾ അത് നമ്മൾ തണുത്ത പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. തണുത്ത പ്രദേശത്തിൽ ഉണ്ടാകുന്ന പെൻഗിൻ, പോളാർ റീജിയനിലെ പെൻഗിൻ ഒക്കെ ചൂടുള്ള പ്രദേശത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി, പ്ലാന്റ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. എക്സാമ്പിൾ കാക്ടസ് ഇൻ ഡെസേർട്ടിലെ കാക്ടസ് പറയുന്നുണ്ട്. പിന്നെ പെൻഗിൻ ഇൻ പോളാർ റീജിയൻ. ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞ ബുക്കിൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു മനസ്സിലാക്കിയതെന്നാണ്. അതായത് ഓരോ സ്ഥലത്തിന്റെയും കാലാവസ്ഥ അനുസരിച്ച് സസ്യങ്ങളുടെയും മൃഗങ്ങളെയും എന്ത് ചെയ്യുന്നു, മൃഗങ്ങൾ മാറുന്നു. സസ്യങ്ങളും മൃഗങ്ങളും എന്ത് ചെയ്യുന്നു, മാറുന്നു. എന്തൊക്കെ മാറുന്നത്? മരുഭൂമിയിലെ കാക്ടസ്, ചെടി കണ്ടില്ലെങ്കിൽ ചെടി, മുള്ളുചെടി പോലെ ചെടി കണ്ടില്ല, അതാണ് കേട്ടോ. പിന്നെ ഹിമപ്രദേശത്ത് പെൻഗിൻസ്, മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പെൻഗിനുകൾ പോളാർ റീജിയനിലെ പെൻഗിനുകളൊക്കെ എന്താണ്, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത് പറയുന്നത് മനുഷ്യന്മാരുടെ ജീവിത രീതി മാറും. എടാ, നമ്മള് ഹ്യൂമൻ ലൈഫ് സ്റ്റൈല് തണുപ്പുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യും, നല്ല ചൂട് കിട്ടാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ക്ലൈമറ്റ് എഫക്ട് ഹ്യൂമൻ ലൈഫ്, പിന്നെ എഫക്ട് ഹ്യൂമൻ ലൈഫ്, ഫുഡ്, ക്ലോത്ത്, ഹൗസ്. നമ്മുടെ വീട് തണുത്ത പ്രദേശമാണ്, എന്ത് ചെയ്യും, നമ്മൾ അനുസരിച്ച് വീട് ഉണ്ടാക്കുക. കാശ്മീരിലെ വീടിന്റെ പോലെയാണ് നമ്മുടെ അടുത്ത വീട് അല്ല, അവിടെ മഞ്ഞൊക്കെ വീഴുമ്പോൾ അനുസരിച്ച് വീട് ഉണ്ടാക്കാം, അല്ലേ? അതേപോലെ ഇവിടെ പറയുന്നുണ്ട് ആൻഡ് ജോബ്സ് എല്ലാം മാറ്റം ഉണ്ടാവും. അതായത് എക്സാമ്പിൾ വരുന്നുണ്ട്, ദ പീപ്പിൾ വിയർ വാം ക്ലോത്ത്സ് ഇൻ കോൾഡ് റീജിയൻ. അതാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്. എന്താണ്? കാലാവസ്ഥ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു. ആഹാരം, വസ്ത്രം, വീട്, ജോലി എല്ലാം മാറും. ഉദാഹരണമായിട്ട് തണുത്ത സ്ഥലത്ത് ചൂടുള്ള വസ്ത്രം ധരിക്കും, വീടുകൾ മാറ്റും, നമ്മുടെ ജോലി സംഭവങ്ങൾക്കൊക്കെ മാറും, എല്ലാം മാറും. ക്ലിയർ ആണല്ലോ? അടുത്താണ് കാർഷികം, അഗ്രികൾച്ചർ. എടാ, ചൂടുള്ള നമ്മുടെ കേരളത്തിൽ എന്താ നെല്ലാണ് ഉത്പാദിപ്പിക്കുന്നത്, അല്ലേ? ഇവിടെ പറഞ്ഞിട്ട് കൃഷി പ്രധാനമായും കാലാവസ്ഥയെ ആശ്രയിക്കുന്നു. മഴ, ചൂട്, മണ്ണ് എന്നിവ അനുസരിച്ച് വിളകൾ മാറും. പോലെ കേരളത്തിൽ നെല്ല്, പഞ്ചാബിൽ എന്താണ്, ഗോതമ്പാണ്. അപ്പോ തണുത്ത പ്രദേശത്ത് ഉണ്ടാകുന്ന കൃഷികൾ ചൂടുള്ള പ്രദേശത്ത് ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അഗ്രികൾച്ചർ ഫാമിംഗ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദി ക്ലൈമറ്റ്, ക്രോപ്സ് വെരി ബേസ്ഡ് ഓൺ റെയിൻഫാൾ, ടെമ്പറേച്ചർ ആൻഡ് സോയിൽ. എന്താ പറഞ്ഞത്? എക്സാമ്പിൾ റൈസ് ഇൻ കേരള, വീറ്റ് ഇൻ പഞ്ചാബ്. ജസ്റ്റ് നിങ്ങളുടെ ബുക്കിൽ പറയണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ മെയിൻ ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി. ഇതില് ഈ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലൈമറ്റിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് മാത്രം പഠിച്ചാൽ മതി, ഈ മെയിൻ റെഡ് ഇതിലിട്ട ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി. അത് ആ പോയിന്റ് മാത്രമേ നിങ്ങൾ ബുക്കിൽ കാര്യമായിട്ട് പറയുള്ളൂ. ബാക്കി ഞാൻ കൂട്ടിച്ചേർത്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? കാലാവസ്ഥ മാറൂലേ? മാറൂടെ അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ കാലാവസ്ഥ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കപ്പലുകളും ചരിത്ര താളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. കാലാവസ്ഥ അനുസരിച്ച് നമ്മളെ സഞ്ചാരപാതകളൊക്കെ മാറ്റിയിരുന്നു. ദുർഘടമായ വഴികളൊക്കെ ആവും, കടലൊക്കെ ശോഭിക്കും. അപ്പൊ കാലം എന്ത് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യും.
അല്ലേ? കടൽ തിരമാല കൂടി കഴിഞ്ഞ പ്രശ്നമാണ്, കാറ്റ് കൂടിയ പ്രശ്നമാണ് അല്ലെ? അതേപോലെ ഇവിടെ പറയുന്നത് ഗതാഗതവും ആശയവിനിമയം കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. കടൽ യാത്ര മുതൽ വിമാനയാത്ര വരെ വെതർ ബാധിക്കുന്നു. മോശം കാലാവസ്ഥയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയക്കാരൊന്നും നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ഓൺ ദ ക്ലൈമറ്റ് ഫ്രം സീ ട്രാവൽ ടു എയർ ട്രാവൽ. നിങ്ങൾ ബുക്കിലൊന്നും ഇല്ല കേട്ടോ. അതായത് നമ്മുടെ കടൽ യാത്രകളും ആകാശ യാത്രകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തില്ല ഈ ഒരു ബ്ലാക്ക് സാധനങ്ങൾ എഴുതിയൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ റെഡിൽ എഴുതിയ മാത്രം എന്ത് ചെയ്യുക? പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി, ബാക്കിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയ കാര്യങ്ങൾ. ബേസിക് ആയ ചാപ്റ്ററിന്റെ കോണ്ടന്റ് തന്നെയാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി പറയാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമ്മൾ അടുത്ത പാർട്ടിൽ പറയാം. അപ്പൊ അതുവരേക്കും എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോഴേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.